നമസ്കാരം. വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. പലർക്കും മക്കളുടെ വിവാഹം നടന്നില്ല, മകൻ്റെ മകളുടെ വിവാഹ സമയത്തിന് നടക്കുന്നില്ല. വിവാഹം നടന്നു കഴിഞ്ഞാൽ 7 മാസവും 1 വർഷവും കഴിഞ്ഞ് ഡിവോഴ്സ് ആകുന്നു. ഉത്തമത്തിൽ ഉത്തമ പൊരുത്തമുള്ള വിവാഹം പോലും ഡിവോഴ്സ് ആകുന്നു. നിരന്തരമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. വിവാഹം എന്ന് പറയുന്നത് 1000 സ്വപ്നങ്ങളെ കൊണ്ട് മധുരമാക്കുന്ന ഒരു സംഗതിയാണ് വിവാഹം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയും പുരുഷനും, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചൊരു ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ 1000 സ്വപ്നങ്ങളാണ് ഇവർ വിവാഹത്തിൻ്റെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. ലൈംഗികമായിട്ടുള്ള ഒരു ദാഹം ശമിപ്പിക്കലോ അല്ലെങ്കിൽ സന്താനോൽപാദനമോ മാത്രമല്ല വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഈ പവിത്രതയാണ്. അതല്ലാതെ സന്താനോൽപാദനവും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. പുരുഷനുള്ള കുറവ് സ്ത്രീയുടെ ജാതകം കൊണ്ടും, സ്ത്രീയുടെ ജാതകത്തിലുള്ള കുറവ് അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഉന്നമനത്തിലോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പുരുഷന്റെ ജാതകം കൊണ്ടും പരിഹരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നതിനാണ് ജാതകമൊക്കെ നോക്കുന്നത്. ഇപ്പോൾ സ്ത്രീയുടെ ജാതകത്തിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റിന്റെ കുറവ് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കാമെങ്കിൽ പുരുഷന്റെ ജാതകത്തിൽ അതിനെ കൂട്ടിച്ചേർത്ത് കോമ്പൻസേറ്റ് ചെയ്ത് സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്ന രീതിയിലുള്ള ജാതകങ്ങളാണ് നമ്മൾ മിക്കവാറും എടുക്കാറ്. എങ്കിലും ജാതക പൊരുത്തങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എന്തുകൊണ്ട് വിവാഹത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, വിവാഹ ജീവിതം ദാമ്പത്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, അത് ഒരുപാട് വിശദമായിട്ട് നമ്മൾ പൊരുത്തങ്ങൾ നോക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഒരു മഹാരഹസ്യമാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. ഇത് ക്രമീകരിച്ചിരിക്കുന്നത്, അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും ജാതകം തമ്മിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരവസ്ഥ, അതൊരു മഹാരഹസ്യം തന്നെയാണ്. ഡീപ്പായിട്ട് നമ്മൾ നോക്കിയാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. വിവാഹം എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. എല്ലാ സ്വപ്നങ്ങളും, ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതത്തെക്കുറിച്ചും വരാൻ പോകുന്ന തൻ്റെ ഭർത്താവിനെ കുറിച്ചും തൻ്റെ ദാമ്പത്യത്തെക്കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നത് തന്നിലേക്ക് വരുന്ന പുരുഷനിലൂടെയാണ്. അതുപോലെ തന്നെ പുരുഷനാണെങ്കിലും സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന്. അപ്പോൾ ഈ പുണ്യകരമായൊരു ദാമ്പത്യത്തിലേക്ക് കടക്കുമ്പോഴാണ് വിവാഹബന്ധം വളരെയേറെ മഹിമയേറിയ ഒരു ബന്ധമായിട്ട് മാറുന്നത്. അതിൻ്റെ കഴിവുകൾ അത്ഭുതകരവും കൂടിയാണ്. നല്ലൊരു ദാമ്പത്യം, സന്തോഷപ്രദമായ ഒരു ദാമ്പത്യം, അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ, അതിൽ നിന്നുണ്ടാകുന്ന ആ സന്താനങ്ങൾ, അവര് സൽസന്താനങ്ങളായിട്ട് വളരുന്നു. സൽസന്താനം ജനിക്കണമെങ്കിൽ ദാമ്പത്യം പുണ്യമാവണം. അപ്പം പുണ്യദാമ്പത്യം എന്നാണ് നമ്മളതിനെ പറയുക. അങ്ങനെ ആവുമ്പോൾ അതിന് വളരെയേറെ അത്ഭുതാവഹമായിട്ടുള്ളൊരു മഹത്വം തന്നെയുണ്ട്. അതിൻ്റെ കഴിവുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. വൺ സപ്ലിമെന്റ്സ് ദ അതർ എന്ന തത്വമാണ് വിവാഹബന്ധത്തിൽ നമ്മൾ പറയുന്നതും. അതെ, അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം? വെറുതെ ഒരു ജാതകം എടുത്തു വെച്ച് പൊരുത്തം മാത്രം നോക്കിയാൽ പോരാ. ഇനി പൊരുത്തം നോക്കുമ്പോൾ 10ൽ 8 പൊരുത്തം ഉണ്ടെന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും 7ാം ഭാവവും കളത്രഭാവവും തമ്മിലുള്ള പൊരുത്തങ്ങളും, കളത്രഭാവത്തിൽ എന്തൊക്കെയാണ് കുറവുകളുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടത്, വിശദമായിട്ട് തന്നെ നമ്മളത് നോക്കിയതിന് ശേഷം മാത്രമേ ഒരു വിവാഹബന്ധം യോജിപ്പിക്കാൻ പാടുള്ളൂ. വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വിവാഹം കഴിക്കാതിരിക്കുക. അപ്പൊ കഴിക്കുന്ന വിവാഹം, നമുക്ക് വിവാഹത്തില് മുഹൂർത്തവും അതുപോലെ തന്നെ പൊരുത്തവും ഉണ്ട്. അപ്പോൾ വിധി എന്ന് പറയുന്നതിന് അവിടെ കുറച്ചൊരു പരിധി വരെ ഉണ്ടെങ്കിൽ പോലും ഇതിന് വരുന്ന ആ കുറവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ഈ പവിത്രമായൊരു ബന്ധം കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ വൺ സപ്ലിമെന്റ്സ് ദ അതർ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കണം ഇത് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, വിവാഹ ബന്ധങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? പുണ്യ ദാമ്പത്യമായിരിക്കണം. പൊരുത്ത ശോധനയൊക്കെ നോക്കി എല്ലാത്തിനും ചേരുന്ന രീതിയിലുള്ളൊരു ബന്ധമായിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു പൊരുത്തം കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ മഹേന്ദ്ര പൊരുത്തം കുറവുണ്ടെങ്കിൽ അടുത്ത പൊരുത്തം കൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം വിവാഹ ബന്ധങ്ങൾ യോജിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളെ സന്താനങ്ങൾ, മകനായാലും ശരി മകളായാലും ശരി, എങ്ങനെയെങ്കിലും വിവാഹം നടക്കുന്നതിന് പകരം വളരെ ഭംഗിയായിട്ട് നിങ്ങളത് നോക്കിയതിന് ശേഷം മാത്രം വിവാഹം നടത്തുന്നതായിരിക്കും ഉത്തമം.